നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം, പലസ്തീൻകാർക്ക് വടക്കൻ ഗാസയിൽ തിരിച്ചെത്താൻ അവസരമൊരുക്കണം എന്നീ ഹമാസ് ഉപാധികൾ ഒന്നും തന്നെ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രയേൽ. കിഴക്കൻ റാഫയിലെ ആളുകളോട് ഉടൻ പലായനം ചെയ്യാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ബന്ദികളാക്കിയ ചിലരെ മോചിപ്പിക്കാനുള്ള ഗാസ ഉടമ്പടിക്ക് ഹമാസ് വിസമ്മതിച്ചതിനാൽ റാഫയിൽ സൈനിക നടപടി ആവശ്യമാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ കൂടി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഹമാസിന്റെ ആവശ്യങ്ങൾ നിരസിക്കുകയായിരുന്നു. ഇതോടെ റഫയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഒഴിപ്പിക്കാനും തെക്കൻ ഗാസയിലേക്ക് പോകാനും ഇസ്രയേൽ സൈന്യം താമസക്കാരോടും കുടിയിറക്കപ്പെട്ടവരോടും ആവശ്യപ്പെട്ടു. ഏകദേശം 1,00,000 ആളുകളെ മാറ്റേണ്ടി വരുമെന്നാണ് IDF അറിയിച്ചത്. അറിയിപ്പുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഫോൺ കോളുകൾ, അറബിയിലെ മാധ്യമ പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയാൻ ആഹ്വാനം ചെയ്യുന്നതെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. തീവ്രവാദികൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിക്കുമെന്ന് ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തമാക്കി. ഈജിപ്തിൽ നടത്തിവന്ന ചർച്ച ഫലം കണ്ടില്ലെങ്കിലും ഇനിയും ശ്രമിക്കുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട്. ഖത്തർ പ്രതിനിധികൾ കെയ്റോയിൽ നിന്ന് ദോഹയിൽ മടങ്ങിയെത്തി. അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ ഖത്തറുമായി കൂടുതൽ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അതേസമയം അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് തടയുന്ന ഇസ്രയേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയിട്ടുണ്ട്. 3 സൈനികർ കൊല്ലപ്പെട്ടു. ഗാസയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തി മേഖലയായ കരീം ഷാലോമിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി 3 സൈനികരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് ഇസ്രയേൽ സൈന്യം റഫ അതിർത്തിയിൽ ബോംബിട്ട് 16 പേരെ കൊലപ്പെടുത്തി. 2 കുടുംബങ്ങളിലുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഗാസയിലെ ആരോഗ്യവൃത്തങ്ങൾ പറഞ്ഞു. ഇതിനിടെ തെക്കൻ ലബനാനിലെ മൊയ്സുൽ ജബലിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 4 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. റാഫയിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 19 പലസ്തീനികൾ ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തുള്ള കെരീം ഷാലോം അതിർത്തി ക്രോസിംഗിൽ 4 ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മെയ്സുൽ ജബലിൽ നേരത്തെയും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. കേടുപാടുകൾ പരിശോധിക്കുന്ന ജനക്കൂട്ടത്തിന് നേരെയുണ്ടായ 2ാമത്തെ ആക്രമണത്തിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. ഇതിനിടെ അൽ ജസീറ ചാനൽ ഇസ്രയേൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ചാനലിന്റെ ജെറുസലമിലെ ഓഫീസ് സീൽ ചെയ്തു. കമ്പ്യൂട്ടറുകളും ക്യാമറകളും ഇസ്രയേൽ പോലീസ് പിടിച്ചെടുത്തു. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളി. ഇസ്രയേൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആക്രമണം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാസയിലേക്കുള്ള വിദേശ സഹായങ്ങൾ ഇസ്രയേൽ തടയുകയാണെന്ന് UN കുറ്റപ്പെടുത്തി. കടുത്ത ക്ഷാമത്തിലേക്കാണ് ഗാസ പോകുന്നതെന്ന് ലോക ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ഉപരോധം ചുമത്തണമെന്നും OIC ആവശ്യപ്പെട്ടു. ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അവർ അഭ്യർത്ഥിച്ചു. പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള UN ഏജൻസിയുടെ മേധാവിയെ ഗാസയിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. ആക്രമണം തുടങ്ങിയ ശേഷം 2ാം തവണയാണ് അദ്ദേഹത്തെ ഇസ്രയേൽ തടയുന്നത്. ഇതേസമയം ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം തന്നെ തുടരുകയാണ്. അമേരിക്കയിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തുന്ന സമരം ആഴ്ചകളായി തുടരുന്നു. പോലീസ് ഭീഷണിയെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയിലെ വിദ്യാർത്ഥികളുടെ ക്യാമ്പ് പൊളിച്ചു നീക്കി. ഇതേസമയം മറ്റിടങ്ങളിൽ സമാധാനമായ സമരത്തിന് ആഹ്വാനമുണ്ട്. 1 ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ചിട്ടുള്ള നഗരത്തിന് നേരെയുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് UN-ഉം US-ഉം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.